തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ഐസർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായി. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. 3 വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള കാരണം ഇനിയും വ്യക്തമല്ല. രാഹുൽ ജിനാഥ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും. രാഹുൽ, എങ്ങനെയായിരുന്നു തീ പടർന്നു പിടിച്ചത്? തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ ഏത് തരത്തിലാണ് നടന്നത്? എന്തെങ്കിലും ഇപ്പോൾ ഉള്ളൊരു പ്രാഥമിക നിഗമനമൊക്കെ എങ്ങനെയാണ്? തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ഉള്ള ഐസർ ഷോറൂമിൽ വൈകിട്ട് 3 മണിക്കാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം തീ പിടിച്ചത് ഈ ലോറിയിലാണ്. ഈ ലോറിയിൽ തീ പിടിക്കുകയും പിന്നീട് ഈ തീ പടർന്ന് മറ്റ് 2 ബസ്സുകളിലേക്ക്, അതിന് മുന്നിലും പുറകിലുമായി കിടക്കുന്ന ബസ്സുകളിലേക്ക് വരുന്നു. അങ്ങനെ 3 വാഹനങ്ങൾ പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു. ഇപ്പോൾ അഗ്നിരക്ഷാ സേന 5 യൂണിറ്റോളം സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവർ അവസാനഘട്ടം ഈ തീ അണച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഫോം ചെയ്ത് പൂർണ്ണമായി ഈ പുകയും തീയും കെടുത്തുന്ന പ്രവർത്തനങ്ങളിലാണ്. നമുക്ക് ഈ മരങ്ങളിലേക്ക് നോക്കിയാൽ, ഈ മതിലിന് തൊട്ട് മുകളിലുള്ള മരങ്ങളിലേക്ക് നോക്കിയാൽ തീ നാളം എത്രമാത്രം മുകളിലേക്ക് ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇലകളെല്ലാം കരിഞ്ഞ അവസ്ഥയിലാണ്. തൊട്ടിപ്പുറത്ത് ഐസർ ഷോറൂമിൻ്റെ ഗ്യാരേജാണ്. ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു. ഈ തീപിടുത്തം കണ്ട ഉടൻ തന്നെ അവർ ഈ സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം മാറ്റിയിട്ടത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. അല്ല, ബ്ലാസ്റ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. അങ്ങനെയാണ് എംപ്ലോയീസ് എല്ലാം കൂടെ ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ ഏകദേശം തീ പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അത് ഒരുപാട് പെട്ടപ്പെട്ട് അതെല്ലാം എടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വണ്ടികളിലോട്ടൊന്നും തീ പടർന്നില്ല. ചുറ്റുപാടും ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. അതുകൂടാതെ ഓയിലും ഈ പറയുന്ന തീ പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂടത്ത് അതിൽ തീ പടർന്നിട്ട് ലോറിയിലേക്ക് തീ പടർന്നതാകാം, അല്ലെങ്കിൽ ലോറിയിലേക്ക് തീ പിടിച്ചതാകാം. അഗ്നിശമന സേനയുടെ 5 യൂണിറ്റ് എത്തി അരമണിക്കൂർ കൊണ്ടാണ് ഈ തീ അണച്ച് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. ബിജു വി എസിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.